ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ ഇപ്പോഴും വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണെന്ന് നമുക്കെതിരെ നമ്മളുടെ ഭരണ സംവിധാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അത് പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യതയില്ല. കാരണം അത് ടോപ്പ് നാഷണൽ സെക്യൂരിറ്റി പ്രശ്നമായതുകൊണ്ട് നമുക്ക് ഏതാനും വരും ദിവസങ്ങളിൽ മാത്രമേ നമ്മളെ പുൽവാമയിലെ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും തന്നെ നമ്മൾ ഏകദേശം കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണല്ലോ ഇന്ത്യയുടെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ബാലക്കോട്ടിൽ സ്ട്രൈക്ക് നടത്തുന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ അത് തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു തീരുമാനം, എത്ര വലിയ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനകത്ത് വന്നിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഷയം എത്ര രൂക്ഷമായിട്ടുള്ളതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യാൻ ഉള്ള ഒരു തന്ത്രമായിരിക്കത്തില്ല നമ്മളുടെ ഗവൺമെന്റ് എപ്പോഴും എടുക്കുന്നത്. അതിപ്പോൾ ഏത് ഗവൺമെന്റ് ഇവിടെ നിലവിൽ ശരി. കാരണം പല കാര്യങ്ങളും നമുക്ക് ആലോചിച്ച് തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ഡിസിസീവായിട്ടുള്ള ആക്ഷനിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കും. അപ്പം ഇവിടെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരും ശക്തമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ ഓക്കെ, അവരുടെ നിലപാടൊക്കെ നമുക്ക് പ്രശ്നമല്ല, എത്ര ശക്തമാണെന്ന് പറഞ്ഞാൽ ശരി. എന്നാലും ഇന്ത്യയുടെ നയങ്ങൾ കടുപ്പിച്ച് തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഏകദേശം എന്തൊക്കെയാണ് നമ്മൾ തീരുമാനമെടുത്തത്? നമ്മൾ ചില നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ മറുപടി പാകിസ്ഥാന് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആണ്. നയതന്ത്ര ബന്ധത്തിൽ മിലിറ്ററി റിയാക്ഷനിൽ ഡിപ്ലോമാറ്റിക് റിയാക്ഷനിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ. സിന്ധു നദീജല കരാർ ഇതാക്കി, പിന്നെ അതുപോലെ തന്നെ ബോർഡർ ക്ലോസ് ചെയ്തു, അവർക്കുള്ള വിസകൾ നിഷേധിച്ചു ഇല്ലേ, പിന്നെ അവരുടെ ഹൈക്കമ്മീഷനിൽ നിന്നും ആൾക്കാരെ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതരത്തിലുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് എടുക്കുകയുണ്ടായി. പിന്നെ സിന്ധു നദീജല കരാർ എന്ന് പറഞ്ഞാൽ അതൊരു ഇക്കണോമിക് വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രിലിമിനറി ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നടപടിയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും നടപടികൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനകത്തിൽ അമാന്തിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഗവൺമെന്റ് ഇല്ല. കാരണം ഇപ്പം രാജ്യത്ത് ഈ രാജ്യദ്രോഹികളുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം വരുന്ന രാജ്യദ്രോഹികളുടെ എണ്ണം അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ ബാക്കി ഒട്ടും മിക്ക ദേശസ്നേഹികളും ദേശീയവാദികളും എല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സ്നേഹിക്കുന്ന ഇന്ത്യൻ രാജ്യത്തിനോട് പ്രതിബദ്ധതയും കൂറുള്ള എല്ലാ ജനങ്ങളും ഗവൺമെന്റിന്റെ ഒപ്പം തന്നെയാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ നയപരിപാടികൾ പോരാ, തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മിലിറ്ററി റീറ്റാലിയേഷൻ അല്ലെങ്കിൽ മിലിറ്ററി റെസ്പോൺസ് പാകിസ്ഥാന് നൽകണം. നല്ലൊരു പാഠം എന്നേക്കുമായി അവര് ഓർത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹവും അഭിപ്രായവും പ്രതീക്ഷയൊക്കെയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാകിസ്ഥാൻ വിചാരിക്കുന്നിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചിട്ട് ഇന്ത്യയെ അങ്ങനെ അവര് ആയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനൊന്നും പാകിസ്ഥാൻ കരുതണ്ട, അതൊരിക്കലും ആകാനും പോകുന്നില്ല. കാരണം പാകിസ്ഥാന്റെ ഒരു ഏറ്റവും വലിയ അവരുടെ ഒരു സൈക്കോളജിക്കൽ വാർ, കാരണം അവരുടെ വാറിന്റെ പ്രത്യേകത, ഇന്ത്യക്കെതിരെ അവർ ഉപയോഗിക്കുന്ന വാറിന്റെ പ്രത്യേകത ഹൈബ്രിഡ് വാർ എന്നാണ്. ഹൈബ്രിഡ് വാർ എന്നാൽ പല മുഖങ്ങളിൽ നിന്നാണ്. അത് മിലിറ്ററി മാത്രമല്ല, അല്ലെ മിലിറ്റൻസി മാത്രമല്ല, പല മുഖങ്ങളിലാണ് അവരുടെ യുദ്ധം നമുക്കെതിരെ അഴിച്ചുവിടുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ പറഞ്ഞ ഇന്ത്യയുടെ കടുത്ത നിലപാടിനെതിരെ പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് പിന്മാറി. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നത് നിർത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെ കൊണ്ടാവുന്നത് അവർ ചെയ്യട്ടെ, നോ പ്രോബ്ലം. നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ശക്തമായി ചെയ്യുക. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പാകിസ്ഥാന് ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ എന്തൊക്കെയായാലും ഒരു മിനിമം ലെവലിൽ നിലനിൽക്കും. ട്രേഡൊക്കെ കുറേയൊക്കെ എന്തിനും നിലനിൽക്കും, പൂർണ്ണമായിട്ടും ഇല്ലാന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പം അതിൽ നമുക്ക് പാകിസ്ഥാന് തീർച്ചയായിട്ടും ആഴത്തിൽ മുറിവുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ എക്കോണമിയെ നമുക്ക് ബ്ലീഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ
ഏതെല്ലാം നയപരിപാടികൾ നമുക്ക് നിർത്തിവെക്കാൻ സാധിക്കുമോ അതെല്ലാം നിർത്തിവെക്കുക എന്നുള്ളതാണെങ്കിൽ ഡിപ്ലോമാറ്റിക് കഴിഞ്ഞ് ബാക്കി ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ലെവൽ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അവസാനത്തെ ഓപ്ഷനാണ് നമ്മുടെ മിലിറ്ററി ഓപ്ഷൻ. ആ മിലിറ്ററി ഓപ്ഷനിലേക്ക് എന്തുവരും സർക്കാർ കടക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം അങ്ങനെ കടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവർ തിരഞ്ഞെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിലനിൽക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റിന് അത് വലിയൊരു പരാജയമായിരിക്കും. അവർക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് വളരെ ടൈം എടുത്ത് ആലോചിച്ച് അങ്ങനെ ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ്, തന്ത്രപരമായിട്ടുള്ള നീക്കം, ലിമിറ്റഡ് വാർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതോ ഒരു എക്സ്റ്റൻഡഡ് വാർ. കാരണം പാകിസ്ഥാനിൽ അത് തീർച്ചയായിട്ടും വളരെയധികം അതിനുള്ള വാർ പ്രിപ്പറേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു, വാർ എക്സസൈസ് ആരംഭിച്ചു കഴിഞ്ഞു, മറ്റെല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് പാകിസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി, ശക്തമായിട്ടുള്ള തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ആശങ്കാകുലരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അവരെല്ലാ രീതിയിലും വാർ പ്രിപ്പയർനെസ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ രാജ്യത്തൊട്ടാകെ തന്നെ ഉയർന്നു വരുന്നൊരു ശബ്ദം എന്ന് പറഞ്ഞാൽ നയതന്ത്ര സമ്മർദ്ദം മാത്രമല്ല നമുക്ക് ആവശ്യം, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മിലിറ്ററി റെസ്പോൺസ് തന്നെ വേണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ബീഹാറിൽ കോവിഡ് റാലി അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം ഹിന്ദിയിൽ പ്രസംഗം തുടങ്ങി, പിന്നെ ഇംഗ്ലീഷിലേക്ക് പുള്ളി പ്രസംഗം മാറ്റി. അത് വിശകലനം ചെയ്യപ്പെടുന്ന ലോക രാജ്യങ്ങളെ തീർച്ചയായിട്ടും അഭിസംബോധന ചെയ്താണ് അദ്ദേഹം സംഭാഷണം നടത്തിയത് അല്ലെങ്കിൽ സംസാരിച്ചതെന്നുള്ളതാണ് പൊതുവെയൊക്കെ വിശകലനം ചെയ്യപ്പെടുന്നത്. അപ്പം അതിനകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മെസ്സേജ് തീർച്ചയായിട്ടും സൈനികമായിട്ടുള്ള നടപടികൾ ഉണ്ടായേക്കാം എന്നുള്ള സൂചനയാണ് ചില ആൾക്കാരെങ്കിലും വിലയിരുത്തുന്നത്. അപ്പം തങ്ങളുടെ പിന്നെ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസ് കമ്പനികളെ പാകിസ്ഥാൻ ഓൾറെഡി വിലക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്ക് പോയത് പ്രധാനമന്ത്രി പാക് വ്യോമ മേഖലയുടെ ആയിരുന്നു, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ വഴി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അപ്പുറത്തേക്ക് പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ അദ്ദേഹം അവിടുന്ന് സന്ദർശനം വെട്ടിച്ചുരുക്കിയിട്ട് പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ വ്യോമപാത അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പത്താൻകോട് ഭീകരാക്രമണ സമയത്തും ഇതുപോലെ തന്നെ പാകിസ്ഥാൻ വ്യോമ മേഖലയിലെ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന ശക്തമായിട്ടുള്ള നേവൽ എക്സസൈസ് നടത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ നീക്കങ്ങളെ തടുക്കാൻ സജ്ജമാണെന്ന് നാവികസേന അറിയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരത്തെയൊക്കെ നേരിടുന്ന വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്. ഇതുപോലുള്ള ക്രൂഷ്യലായിട്ടുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ ആർമി തയ്യാറാകുമ്പോൾ പറയും, പിന്നെ എയർഫോഴ്സ് പറയാൻ തയ്യാറാണെന്ന് പറയും, അല്ലെ എയർഫോഴ്സ് പറയാൻ ഞങ്ങൾ സജ്ജമാണെന്ന് പറയുമ്പോൾ ആർമി പറയാൻ ഞങ്ങൾ സജ്ജമല്ലെന്ന് പറയും, ചിലപ്പോൾ നേവി പറയും നേവി സജ്ജമല്ലെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നാവികസേനയുടെ ഭാഗത്തുനിന്ന് അവർ വളരെ സുസജ്ജമാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. INS സൂറത്തിൽ നിന്നുമാണ് ഈ പറഞ്ഞ മിസൈൽ പരീക്ഷണം നടത്തിയത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നാവികസേന കറാച്ചി തീരത്തും പരിശീലനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നടത്തുന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അപ്പൊ അതിനുശേഷമാണ് ഇന്ത്യയുടെ ഈ നീക്കം. കരനാവിക വ്യോമസേനകൾ ഏതടിയന്തര സാഹചര്യത്തിൽ നേടാൻ സജ്ജരാണെന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി മാത്രം പറഞ്ഞാൽ പോരാ, പക്ഷേ എയർഫോഴ്സ് ചീഫ് വരണം, ആർമി ചീഫ് വരണം, നേവൽ ചീഫ് വരണം. കാരണം അവർക്കറിയത്തുള്ളൂ അവരുടെ സേനകൾ എത്രത്തോളം സുസജ്ജമാണ്. ഒരു യുദ്ധം ലിമിറ്റഡ് വാർ അല്ല, ഒരു പിന്നെ നീണ്ടു നിൽക്കുന്ന ഒരു ഫുൾ സ്കെയിൽ വാർ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് സേനകളും എത്രത്തോളം സുസജ്ജമാണ്, നമുക്ക് എത്ര ദിവസത്തെ പിന്നെ ആംസും അമ്യുനിഷനും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പാകിസ്ഥാനെ നേരിടാൻ പര്യാപ്തമാണോ എന്നൊക്കെയുള്ളത് ആർമി ചീഫ്, നേവൽ ചീഫ് അല്ലെങ്കിൽ എയർ ചീഫ് ഒക്കെയാണ് പറയേണ്ടത്. അപ്പം അവർ തീർച്ചയായിട്ടും ഇതിനുള്ള മുമ്പുള്ള അവസരങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ അഭിപ്രായങ്ങൾ പറയുകയും അങ്ങനെ പല ഓപ്പറേഷൻസിനൊക്കെ പിന്നെ നമുക്ക് ഷെൽവ് ചെയ്യേണ്ടതെല്ലാം നിർത്തിവെക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ശരി, രാജ്യത്തിന്റെ പിന്നെ പരമോന്നത തലത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ പിന്നെ പാകിസ്ഥാനെതിരെ യുദ്ധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂന്ന് സേനയ്ക്കും തീർച്ചയായിട്ടും അനുസരിച്ച് വരത്തുള്ള വേറെ കാര്യം. അപ്പൊ ഇന്ത്യയുമായിട്ട് ഒപ്പിട്ട് 71 ഒപ്പിട്ട ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വാറിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന് ശേഷമാണല്ലോ ഷിംല കരാർ ഉണ്ടാക്കുന്നത്. അപ്പം ആ കരാറിൽ നിന്ന് പാകിസ്ഥാൻ മാറി അല്ലെങ്കിൽ മാറാൻ പോവുകയാണ് എന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അവരുടെ ഉന്നതതല യോഗത്തിന് ശേഷം അവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ സൂചന പാകിസ്ഥാൻ ഈസ് റെഡി ഫോർ എ വാർ എന്നുള്ളതാണ്. കാരണം ആ ഷിംല കരാറിന്റെ ഏറ്റവും
കോർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി യുദ്ധങ്ങളൊന്നും ഉണ്ടാകരുത് ഇരു രാജ്യങ്ങളും തമ്മിൽ എന്നുള്ളതാണ് കോർ പോയിന്റ് ഞങ്ങളുടെ. അപ്പോൾ ഈ 73 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പിന്നീടുള്ള മുമ്പോട്ടുള്ള ഒരു പുതിയ ബന്ധത്തിന് നാന്ദി കുറിക്കുന്ന ഒരു ട്രീറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കരാറായിരുന്നു ഈ ഷിംല കരാർ എന്ന് പറയുന്നത്. 1972 ജൂലൈ 2-നാണ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ സുൽഫിക്കർ അലി ഭൂട്ടോയും ബനസീർ ഭൂട്ടോയുടെ പിതാവായിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയും ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ, അതുകൊണ്ടാണ് ഷിംല കരാർ എന്ന് പറയുന്നത്, ഷിംലയിൽ ഈ കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധ സാധ്യതകൾ ഒഴിവാക്കുക, എന്തെല്ലാം പ്രശ്നമുണ്ടോ അതെല്ലാം സമവായം കൊണ്ട് തന്നെ പരിഹരിക്കുക, അതായത് ഡയലോഗ്സ് ടോക്സിൽ കൂടെ. പക്ഷെ അതൊന്നും പാകിസ്ഥാൻ അതിൽ തയ്യാറല്ല എന്നുള്ളതിന്റെ ഉദാഹരണമൊന്നുമില്ല. അവര് ഈ ഇത്രയും ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ കാശ്മീരിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നതും ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യാനും അസ്ഥിരപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചതല്ല, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ തീവ്രവാദ ആക്രമണവും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ ഷിംല കരാറിന്റെ യാതൊരു പിന്നെ പോയിന്റുകളും അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ അതിനെ ഒബേ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അനുസരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പം 74 യുദ്ധത്തിന് ശേഷം നിയന്ത്രണ രേഖ രൂപീകരിക്കുകയും ഇരു രാജ്യങ്ങളും ഇത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അപ്പോൾ ഭാവിയിലുള്ള എല്ലാ വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ചർച്ച ചെയ്യണമെന്ന് നിലപാടെടുത്തു. അത് ഒരു ട്രീറ്റിയുടെ യുദ്ധം കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പിന്നീട് സമാധാനം ഉണ്ടാകണം, ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. അപ്പോൾ ഈ ട്രീറ്റിയാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭരണഘടന ഈ ട്രീറ്റിയാണ്, ഷിംല കരാറാണ്. അപ്പോൾ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ചെറുതായാലും വലുതായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഉണ്ടാകുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതിനെ പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുകയും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ട്രീറ്റിയാണ്, കരാറാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ പാകിസ്ഥാനായിരിക്കും ഏറ്റവും കൂടുതൽ ലംഘിച്ചിട്ടുള്ളത്. പിന്നെ കാശ്മീർ പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ 80-കളുടെ അവസാനം മുതൽ ഇങ്ങോട്ട് ഊർജിതമാക്കി. അപ്പൊ അതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഷിംല കരാർ അവർ തന്നെ അതിന്റെ പ്രാധാന്യം ഇല്ലതാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഷിംല കരാർ ഒരു വലിയ പ്രാധാന്യമുള്ള കരാറൊന്നുമില്ല. കാരണം അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യാതിരിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അതിലുപരി സിന്ധു നദീജല കരാറിൽ നിന്നും നമ്മൾ പിന്മാറുന്നത് ആ ഒരു ഇന്ത്യയുടെ പോളിസി നയം പാകിസ്ഥാന് ഭാവിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും പാകിസ്ഥാന് വളരെ ദോഷകരമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിംല കരാറൊക്കെ അതൊരു ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പറായിട്ട് തന്നെ എത്ര നാൾ തുടരുകയാണ്. കാരണം അതിനകത്ത് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഈ പ്രവർത്തികളൊന്നും ഇന്ത്യക്കെതിരെ ചെയ്യത്തില്ല. അതുകൊണ്ട് ഷിംല കരാർ ഇസ് എ ബുൾഷിറ്റ്. അത് വലിയ പ്രശ്നമൊന്നുമല്ല. അതിനകത്ത് നിന്ന് പാകിസ്ഥാൻ പിന്മാറിയാലും ഇതുവരെ നമുക്ക് അതിനകത്ത് വലിയ റിലവൻസ് ഒന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, മൂവ്സ് ഒക്കെ പറഞ്ഞ് പാകിസ്ഥാനെ ശരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങളോട് ഇതിനകത്ത് പറയാം. അതായത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ശരിക്കുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും പാകിസ്ഥാൻ കോൺകർ ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇല്ല, അത് അന്നായാലും ശരി ഇന്നായാലും ശരി. ഒരു ഫുൾ ഫ്ലഡ്ജ് വാറ്, ഒരു ടോട്ടൽ വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാന്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ അറം പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇല്ല. വളരെ കുറച്ച് ദിവസം ഇമ്പോർട്ടിന് വേണ്ടിയുള്ള മാത്രമുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഉള്ള അവർക്ക്. പിന്നെ അവരുടെ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഈ ആയുധങ്ങളും മറ്റും വാങ്ങിക്കുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ അവരുടെ വളരെ ദുർബലമാണ്. കൊടുക്കുവാൻ സാധ്യതയുള്ളത് ചൈന മാത്രമേ ഉള്ളൂ. പക്ഷെ ചൈന ഈ അവസരത്തിൽ ഇന്ത്യയുമായിട്ട് ബന്ധം കൂടുതൽ ഒരു ഫ്രണ്ട്ലി ആക്കി വരുന്ന ഈ ഒരു അവസരത്തിൽ ചൈന പാകിസ്ഥാനെ എത്രത്തോളം സഹായിക്കും, ഹിഡനായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കായിരിക്കും. പക്ഷെ ഓപ്പണായിട്ട് ചൈന എത്രത്തോളം പാകിസ്ഥാന്റെ സഹായത്തിന് വരും എന്നുള്ളത് വളരെ സംശയമുണ്ട്.
അപ്പൊ അതുകൊണ്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫുൾ ഫ്ലഡ്ജ് വാർ ഇന്ത്യയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, പാകിസ്ഥാന്റെ നില പഴയതിലും വളരെ ഗുരുതരമായതുകൊണ്ട് ഒരു ആ, രണ്ടാഴ്ചത്തെ യുദ്ധം ചെയ്യുവാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാന് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് വളരെ സംശയമാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്, ഇന്ത്യ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ് എങ്കിൽ തന്നെയും ഈ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിനെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേതാക്കളൊക്കെ തന്നെ. അത് നമ്മളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധം ചെയ്ത് നമുക്ക് തിരിച്ചു പിടിച്ച് ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി വലിയ പ്രയാസമൊന്നുമുള്ളൊരു കാലഘട്ടമുണ്ട് ഇപ്പോൾ. പക്ഷെ അതിന് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ വില്ലാണ് പണ്ട് മുതലേ പ്രശ്നം. ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ലീഡർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു ലീഡേഴ്സിനൊന്നും ഇങ്ങനെയുള്ളൊരു അതിർത്തി വരെ പോകുവാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു എക്സ്റ്റെന്റ് വരെ പോകാനുള്ള ഗട്ട്സ് ഒന്നും ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ രണ്ടാകുകയോ മൂന്നാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ കൊന്ന വിഷയം രാജ്യത്ത്, ലോകത്തിന്റെ പല ഭാഗത്തും ഒക്കെ വളരെയധികം രോഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പതിവ് പോലെ തന്നെ അതിനെ നിഷേധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അല്ല, പാകിസ്ഥാനത്ത് യാതൊരു റോളും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരതിനെ വഴി മാറ്റി വിടുന്നുണ്ട്. ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്ത്യൻ ഭരണകൂടത്തിലുള്ള ലോക്കൽ പോപ്പുലേഷന്റെ പിന്നെ പ്രതികാരമാണത് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ ഡിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഡിനേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവരുടെ യൂഷ്വൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊപ്പഗണ്ട, അവരുടെ ജനങ്ങളെ കബളിപ്പിക്കാനും വേണ്ടിയുള്ള പ്രൊപ്പഗണ്ടയൊക്കെ തന്നെ. അപ്പോൾ ഇത് പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റിന്റെ ഇതുപോലുള്ള പ്രതികരണങ്ങളോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോക്സി വാറിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അത് നമുക്ക് ഇന്ത്യയുടെ നയങ്ങൾ, പ്രത്യേകിച്ച് നയങ്ങളല്ല, ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ജനങ്ങളിവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ. കാരണം എല്ലാവരും പൊതുവെ ആഗ്രഹിക്കുന്ന ശക്തമായിട്ടുള്ള മിലിറ്ററി റീറ്റാലിയേഷൻ അല്ലെങ്കിൽ ഒരു മിലിറ്ററി റെസ്പോൺസാണ്. അപ്പൊ ഏപ്രിൽ 22 ഈ ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഈ ഒരു തീവ്രവാദ ആക്രമണം നമ്മളുടെ സിവിലിയൻസിനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമുക്കറിയാം, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF, അതായത് ലഷ്കർ ഇ തൈബയുടെ ഒരു പോഷക സംഘടനയാണ്. അതൊരു ലഷ്കർ ഇ തൈബയെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാനുമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ബന്ധം ലഷ്കർ ഇ തൈബയ്ക്കുണ്ട്. കാരണം പാകിസ്ഥാൻ ആണ് അവരുടെ ഒരു ഹാൻഡിലാണ്, ഇത് ശരിക്കും പറഞ്ഞ ഒരു ലിവറാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ. അപ്പൊ ഈ പാകിസ്ഥാന്റെ ഡിനയൽ ഡോക്ട്രിൻ എന്ന് വെച്ചാൽ എന്ത് സംഭവം ഉണ്ടായാലും അവരതിനെ ഡിനൈ ചെയ്യാം. ഇന്ത്യയിലെ ഏത് തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാലും അത് പെട്ടെന്ന് തന്നെ ഡിനൈ ചെയ്യുക. കാരണം ഇന്ത്യയിലെ ഈ പറഞ്ഞ മിലിറ്റൻസി അല്ലെങ്കിൽ ടെറർ ഓപ്പറേഷൻസ് നടത്താൻ മറ്റേത് രാജ്യത്തിനാണ് താല്പര്യം, അല്ലെങ്കിൽ മറ്റേത് രാജ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്, പാകിസ്ഥാനുള്ളത്. അപ്പം നമ്മുടെ കാർഗിൽ മുതൽ മുംബൈ ആക്രമണം വരെയുള്ള അതിനുശേഷവും ഇങ്ങോട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ പേര് വിളിച്ചു പറയുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളല്ല ചെയ്തത്, ഇത് നിങ്ങളുടെ അകത്തു തന്നെയുള്ള ആളാണ് ചെയ്തത്, മനസ്സിലായില്ലേ? എന്നിട്ട് അവർ കുറെ ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രൊപ്പഗണ്ടയൊക്കെ അടിച്ചിറക്കുക. അതിന് യാതൊരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കത്തില്ല. മനസ്സിലായി? ചെയ്ത തീവ്രവാദ സംഘടന ഏറ്റെടുക്കും. അവർക്ക് അതിനേക്കാളും മാന്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്. പക്ഷെ പാകിസ്ഥാൻ അതൊരിക്കലും ഏറ്റെടുക്കത്തില്ല. നമ്മൾ എത്ര തെളിവുകൾ ലോകത്തിന് മുമ്പിൽ നിരത്തിയാലും ലഷ്കർ ഇ തൈബ പാകിസ്ഥാന്റെ സംഘടനയാണ്. പാകിസ്ഥാന്റെ ISIയുടെ പിന്നെ ആശീർവാദത്തോടുകൂടി, അനുഗ്രഹാശസ്സോടുകൂടി പ്രവർത്തിക്കുന്ന നിലനിൽക്കുന്ന ഒരു സംഘടനയാണെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ അതിന്റെ എവിഡൻസ് കൊടുത്താലും പാകിസ്ഥാൻ പറയും നിങ്ങളുടെ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയത് ഞങ്ങളല്ല, ഞങ്ങൾക്ക് ലഷ്കർ ഇ തൈബയുമായിട്ടും അല്ലെങ്കിൽ ആ പറഞ്ഞ ജെയ്ഷ് ഇ മുഹമ്മദുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും ഡിനയൽ ഡോക്ടർ ഡിനൈ ചെയ്യണം, അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രശ്നത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് കുറച്ച് ദിവസം മുമ്പ് ഈ ലഷ്കർ ഇ തൈബയുടെ ഒരു കമാൻഡർ അബു മിസ എന്ന് പറഞ്ഞ ഒരാള് വളരെ ശക്തമായിട്ടുള്ള, രൂക്ഷമായിട്ടുള്ള, വളരെ ഇൻഫ്ലമേറ്ററി എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ എന്താണ് പറയുന്നത്, കൂടുതൽ വർഗീയമായിട്ടുള്ള
ഒരു പ്രസംഗം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ. ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ മിലിറ്റൻസിയെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്, മനസ്സിലായത്. അവിടെ അവിടെ നിന്നുള്ള മിലിറ്റൻസി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ടെറർ ആക്ടിവിറ്റി ഇന്ത്യയിലൊക്കെ ഉള്ളത് അവസാനിക്കണമെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പിടിച്ച് ഇന്ത്യയുടെ സ്വന്തമാക്കുക എന്നല്ലാതെ വേറെ അതിന് മാർഗമൊന്നുമില്ല. അപ്പം അന്നത്തെ പ്രസംഗത്തിലെ പുള്ളി അവിടുത്തെ ജിഹാദികളുടെ എല്ലാം ഇന്ത്യയെ ആക്രമിക്കാനും ഹിന്ദുക്കളെ ആക്രമിക്കാനും ഒക്കെയാണ് ഈ അങ്ങനെ. കാരണം ഇപ്പൊ ഈ കാശ്മീരിൽ ഈ പ്രശ്നങ്ങളൊക്കെ നോർമലൈസ് ചെയ്ത് വന്ന് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെല്ലാം കാശ്മീരിലേക്ക് പോവുകയും അപ്പോൾ അത് അവരിൽ വലിയൊരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. അതായത് ഈ പാകിസ്ഥാൻ ഫണ്ട് ചെയ്ത് തീറ്റിപ്പോരി കൊടുക്കുന്ന ഈ തീവ്രവാദികളിലെ, കാരണം കാശ്മീരിന്റെ ഡെമോഗ്രഫി മാറുമോ, കാരണം ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്നുള്ള ഹിന്ദുക്കളെല്ലാം വന്ന് അവിടെ സ്ഥലം മേടിച്ച് അവിടെ താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ ഡെമോഗ്രഫി മാറി അവിടെ കൂടുതൽ ഹിന്ദു പോപ്പുലേഷൻ ആകുമെന്നൊക്കെയുള്ള ഒരു ആശങ്ക ഇവർക്കിടയിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്പീച്ച് ഈ ആക്രമണത്തിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു, ഒരു 4 ദിവസം മുമ്പായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതും ഈ തീവ്രവാദ പ്രവർത്തനം നമ്മൾ ഈ മിലിറ്റന്റ് ആക്ടിവിറ്റിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊരു കോയിൻസിഡൻസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ ഈ പറഞ്ഞ സ്പീച്ച് വെറൊരു സ്പീച്ച് അല്ലായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ സ്ലീപ്പർ സെൽ ഉള്ള ഈ പറഞ്ഞ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുകയായിരുന്നു. പോയി ഈ പറഞ്ഞ വെടിവെപ്പോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനമോ ഇന്ത്യക്ക് അത് നടത്തിക്കോളൂ എന്നും പറഞ്ഞൊരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നതിന് തുല്യമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അവരുടെ ആർമിയുടെ ചീഫും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്പീച്ച് നടത്തിയായിരുന്നു. ആ സ്പീച്ചും വളരെ പ്രൊവോക്കേറ്റീവ് ആയിരുന്നു. സ്പീച്ചിലും പുള്ളി പറയുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, പിന്നെ നമ്മുടെ സംസ്കാരം വേറെയാണ്, അവരുടെ സംസ്കാരം വേറെയാണ് എന്നൊക്കെ പറയുന്ന വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ കത്തിക്കാൻ സൗകര്യപ്രദമായ രീതിയിലുള്ളൊരു സ്പീച്ചാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പൊ അത് വളരെ ആകസ്മികമായിട്ടോ അല്ലെങ്കിൽ അറിയാതെ സംസാരിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത സ്പീച്ചൊന്നുമല്ല. അത് കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ഉള്ളൊരു സ്പീച്ചായിരുന്നു അവിടുത്തെ ആർമി ചീഫിന്റെ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏകദേശം ഏപ്രിൽ 17-ാം തീയതി. അപ്പോൾ ആർമി, അവിടുത്തെ ISA എല്ലാം തന്നെ ഈ ദശാബ്ദങ്ങളായിട്ട് ഈ കാശ്മീരിലും ഇന്ത്യക്കകത്ത് നടക്കുന്ന മിലിറ്റൻസിന്റെ ഈ പറഞ്ഞ ഓപ്പറേഷൻസിനെ ആയിട്ട് വളരെ എന്താണ് പറയുന്നത്, കാരണം അവരുടെ പ്രോക്സീസാണ്, അവരുടെ ഹാൻഡ്ലേഴ്സാണ്. അവർ പറയുന്ന രീതിയിൽ മാത്രമേ ഈ പറഞ്ഞ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് എപ്പോഴും ആക്ട് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ആന്റി ഇന്ത്യ സെന്റിമെന്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടാക്കാനും ഒക്കെ തന്നെ അവരെല്ലാ രീതിയിലും എല്ലാ സമയത്തും തെറ്റായ പ്രൊപ്പഗണ്ട എല്ലാം അടിച്ചുവിടും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർമി ചീഫിന്റെ അതുപോലെ തന്നെ മറ്റേ ലഷ്കർ-ഇ-തോയ്ബയുടെ കമാൻഡറിന്റെ ഒക്കെ സ്പീച്ച് അല്ലെങ്കിൽ സംഭാഷണം എന്നൊക്കെ പറഞ്ഞ് ഈ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. അപ്പൊ ഈ മുനീറിനെ സംബന്ധിച്ച്, ആർമി ചീഫിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ മുൻഗാമികളെ സംബന്ധിച്ചും റിലീജിയൻ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് അഫെയറോ പേഴ്സണൽ അഫെയർ എന്നല്ല, പക്ഷേ അതൊരു പോളിസി അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണ്. ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ, അവിടുത്തെ ജനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു പോളിസി അല്ലെങ്കിൽ ടൂളാണ്. അപ്പം പാകിസ്ഥാൻ ആർമി നമുക്കറിയാം ഒത്തിരി നാളായിട്ട് തന്നെ, ദശാബ്ദങ്ങളായിട്ട് തന്നെ അവരുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സും ജിഹാദി ഐഡിയോളജിയും തമ്മിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് കാശ്മീർ അവരുടെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി അവരുടെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമല്ല, പക്ഷേ ഈ ഇസ്ലാമിന്റെ ഓണറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയുള്ള ഒരു ബാറ്റിൽ ഗ്രൗണ്ട്, ഒരു യുദ്ധ ഭൂമിയായിട്ടാണ് അവരതിനെ കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞൊരു കാര്യം അവരുടെ സോൾജേഴ്സിനെ എല്ലാം ഒരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇല്ലേ, അവരുടെ ഈ മതത്തിന്റെ പേരിൽ, തീവ്രമായിട്ടുള്ള ഈ മതത്തിന്റെ പേരിൽ റാഡിക്കലൈസ് ചെയ്തിട്ടുള്ള, ഇപ്പൊ നമ്മൾക്കറിയാം നമ്മളെ മിലിറ്ററി അല്ലെങ്കിൽ സാധാരണ ഒരു രാജ്യത്തിന്റെ മിലിറ്ററിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റിലീജിയസ് റാഡിക്കലൈസേഷൻ ഒന്നും തന്നെ കാണത്തില്ല, ഏത് മതക്കാരെ ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു ശരി. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആർമി അടി മുതൽ മുടി വരെ ഈ ഇസ്ലാമിക് റാഡിക്കലൈസേഷനാണ്. അവര് ഈ റാഡിക്കലൈസേഷൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ്മീരിൽ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക, ഏത് സമയത്തും വേണ്ട സമയത്ത്. പിന്നെ പാകിസ്ഥാന്റെ ആർമിക്കകത്തിൽ മാത്രം റാഡിക്കലൈസേഷൻ ഉണ്ടെന്നല്ല, ഈ റാഡിക്കലൈസ്ഡ് ജിഹാദി ഗ്രൂപ്പ്സും ആർമിയോട് കൂടെ തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യക്കെതിരെ.
അല്ലെ ഇന്ത്യ എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ. അപ്പോൾ അവിടെ ആർമി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ മുകളിലാണ്, ഭരണകൂടത്തിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ ആർമിയാണ് അവിടുത്തെ ഭരണകൂടം. ആർമി പ്ലസ് ISI ആണ് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഡീപ് സ്റ്റേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ റിയൽ അതോറിറ്റി ആർമിയുടെ കയ്യിലാണ്, പ്ലസ് ISIയുടെ കയ്യിലാണ്. അവരാണ് ഫോറിൻ പോളിസി, ന്യൂക്ലിയർ റിസൾട്ട്സ്, ഇന്റേണൽ സെക്യൂരിറ്റി ഇതെല്ലാം തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ആർമിയാണ്. മറ്റൊരു രാജ്യത്തും നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പ്രത്യേക സംവിധാനമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ സിവിലിയൻ ഗവൺമെന്റ്സ് വല്ലപ്പോഴൊക്കെ ഉണ്ടാകും. ഇപ്പം നവാസ് ഷെരീഫോ ബെൻസീർ ഭൂട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. അതൊരു അന്താരാഷ്ട്ര സമൂഹത്തിനെ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി, ഇപ്പൊ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒക്കെ തന്നെ ഉള്ളൊരു ഒരു വെറും ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറും ഒരു മൂടുപടം മാത്രമാണ് സിവിലിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ISIയും ആർമിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡിക്റ്റേറ്റ് ചെയ്ത് തീരുമാനിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീജിയനിൽ, നമ്മുടെ ഈ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഒരിക്കലും സമാധാനം പുലരാത്തതിന്റെ ഏറ്റവും വലിയ ഒരു കാരണം കൂടെ ഈ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ ഹൈബ്രിഡ് വാറാണ് ഫേസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തലത്തിൽ നിന്ന് മാത്രമല്ല, പല തലത്തിൽ നിന്ന്. അതായത് ക്രോസ് ബോർഡർ ടെററിസം, അതിർത്തി കടന്നുള്ള തീവ്രവാദം, സൈബർ അറ്റാക്സ്, പിന്നെ നർക്കോട്ടിക് സ്മഗ്ലിങ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള. പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മിലിറ്റൻസി, കാശ്മീരിൽ ഇന്ത്യക്കകത്തുള്ള മിലിറ്റൻസി, പിന്നെ പലതരത്തിലുള്ള ടെറർ ആക്ടിവിറ്റീസ്, സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ്, പിന്നെ മണി ലോണ്ടറിങ്, ഫേക്ക് കറൻസിയുടെ ഇത്. അപ്പൊ ഇങ്ങനെ ഹൈബ്രിഡ് വാറാണ് ശരിക്കും പറഞ്ഞത്. ഒന്നിൽ കൂടുതൽ യുദ്ധമുഖങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് തുറന്നിരിക്കുന്നത്. അപ്പൊ അതൊരു ഫുൾ സ്പെക്ട്രം ക്യാമ്പയിനാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് വിക്ടറി ഇല്ല, പക്ഷെ ഇങ്ങനെ ഇന്ത്യയെ സ്ഥിരമായി ഗ്രാജുവലായിട്ട് സ്ഥിരമായി ഇൻസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭീതിയുടെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഈ ഇന്ത്യക്കാളിൽ ഇത്രയും ചെറിയ രാജ്യമായിട്ടുള്ള ഒരു രാജ്യം നമുക്കിത് ചെയ്യുന്നതും. അതിനകത്തിലെ ഏറെക്കുറെയൊക്കെ അവർ വളരെയധികം സക്സസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചേ വരത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ നടന്നത്. അപ്പം പിന്നെ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ടാക്ടിക് അല്ലെങ്കിൽ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നമ്മുടെ വർഗീയ കലാപങ്ങളും അല്ലെങ്കിൽ വർഗീയ വേർതിരിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാശ്മീരിനെ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പിന്നെ ഇന്ത്യക്കകത്ത് നമ്മുടെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കി അങ്ങനെ രാജ്യത്തെ പിന്നെ നിശ്ചലമാക്കുകയോ അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയോ ചെയ്യാനുള്ളൊരു പരിപാടിയാണ് പാകിസ്ഥാൻ പണ്ട് മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിൽ അവർ ഏറെക്കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇതിനകത്തിൽ ചില ആൾക്കാർ, കുറെ വിഭാഗങ്ങളൊക്കെ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളൊരു ദുഃഖകരമായ അവസ്ഥയും നമ്മൾ നേരിടുന്നുണ്ട്. അത് ഇന്ത്യയുടെ മാത്രം ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം ലോകത്ത് മറ്റ് ഒരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ആഭ്യന്തര ശത്രുക്കളാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അത് ഇന്ത്യയുടെ യൂണിറ്റിയെയും അല്ലെങ്കിൽ എന്താണ് ഒരു ഐക്യത്തിനെയൊക്കെ വളരെ ദുർബലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വളരെ കാലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇങ്ങനെ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു നിശ്ചയമില്ലായ്മയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആണ്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഓക്കെയാണ്. അതായത് എംബസി സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ക്രോസ് ബോർഡർ മൂവ്മെന്റ് അവസാനിപ്പിക്കുക, അതായത് ബോർഡർ അടയ്ക്കുക, ഇതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് അത്യാവശ്യം ഒഴിവാക്കേണ്ടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിറ്ററൻസ് ആണ്. ഭയപ്പെടുത്തണമെങ്കിൽ മിലിറ്ററി ഓപ്പറേഷൻസ്, ശക്തമായിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസ്, പാകിസ്ഥാന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മിലിറ്ററി ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള അഭിപ്രായങ്ങൾ. അത് വെദർ ത്രൂ കൊവേർട്ട് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹിഡൻ സ്ട്രൈക്ക് എന്നൊക്കെയാണ്. പിന്നെ സ്ട്രാറ്റജിക് സാങ്ഷൻസ്, ഇന്ത്യയുടെ നയം വളരെ കൃത്യമായിട്ട് എന്താണ് പറയുന്നത്, അവരെ അറിയിക്കണം, പാകിസ്ഥാനെ അറിയിക്കണം. കാരണം ഇനിയും ഇങ്ങനൊരു മിസ്അഡ്വെഞ്ചർ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളൊരു തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പിന്നെ ദീർഘകാലമായിട്ട് ഇന്ത്യ പൊതുവെ പറയുന്നത് ഈ സുസ്ഥിരമായ ഒരു പാകിസ്ഥാനാണ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത് എന്നുള്ളത്. പക്ഷെ അത് ഇനിയിപ്പം നമുക്ക് അങ്ങനെ ഒരു നയം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിനകത്ത് ആവശ്യമൊന്നുമില്ല. പാകിസ്ഥാൻ എങ്ങനെ തന്നെ ആയാലും ശരി, പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും നമുക്കെതിരെ
ടെററിസ്റ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒരിക്കലും ഉണ്ടാകരുത്. പാകിസ്ഥാൻ ഒന്നായാലും രണ്ടായാലും മൂന്ന് പീസായാലും ശരി. അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ചപ്പാടും അല്ലെങ്കിൽ ആ ഒരു പോളിസി ഇന്ത്യ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനി ശക്തമായ നിലപാടുകൾ നമുക്ക് എടുക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരിക്കലും ചേഞ്ച് ആകാൻ പോകുന്നില്ല. പാകിസ്ഥാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അവരെ രണ്ടോ മൂന്നോ നമ്മൾ ആക്കി കഴിഞ്ഞാലും ഇപ്പോഴുള്ള പാകിസ്ഥാന്റെ പഞ്ചാബ് എസ്റ്റാബ്ലിഷ്മെന്റ് എവിടെയാണോ അവർ തീർച്ചയായിട്ടും നമുക്കെതിരെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ തന്നെ അവന്മാര് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യക്ക് അതൊന്നും ഓർത്ത് ബേജാറാവേണ്ട ആവശ്യമില്ല. കൊടുക്കാനുള്ള പണി ശക്തമായി തിരിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് ഏറ്റവും നല്ല അവസരം. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു അവസരം ഇനി ഉണ്ടാകത്തില്ല. കാരണം പാകിസ്ഥാൻ ഇത് സ്ഥിരമായി നമ്മളോട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ പിന്നെ എന്താണ് പറയുന്നത്, ഒരു ലൈഫ് പ്രോമിസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് പ്ലഡ്ജ് ആണ്. ഇന്ത്യയെ ഒരു രീതിയിലും സമാധാനപരമായി ജീവിക്കുവാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കത്തില്ല എന്നുള്ള പ്ലഡ്ജ് പ്രോമിസ് ആണ് പാകിസ്ഥാന്റെ ഭാഗത്ത്. അപ്പൊ അങ്ങനെ പ്ലഡ്ജ് എടുത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും ശക്തി ആർജിച്ച് കയ്യിൽ വെച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്താ പറയുക, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇത്ര നമ്മൾ വലിയ ഈ ശക്തി, ലോകത്തിലെ നാലാമത്തെ അഞ്ചാമത്തെ മിലിറ്ററി പവർ, നാലാമത്തെയാണ്. അതായത് അമേരിക്ക കഴിഞ്ഞ് റഷ്യ കഴിഞ്ഞ് ചൈന കഴിഞ്ഞ് നാലാമത്തെ ഇന്ത്യയാണ് ലോകത്തിലെ മിലിറ്ററി പവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മിലിറ്ററി പവർ വെച്ചുകൊണ്ട് നമ്മൾ നിശബ്ദമായിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പാകിസ്ഥാനെ നമുക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ ഒരു എന്താണ് മിസറബിൾ ആയിട്ടുള്ള നമ്മുടെ ദുഃഖകരമായിട്ടുള്ള ഒരിക്കലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു അവസരം നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും, രാജ്യത്തെ സ്നേഹിക്കുന്ന, ദേശത്തെ സ്നേഹിക്കുന്ന എല്ലാ പൗരന്മാരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനൊരു നയം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കത്തക്ക രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.